ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് നമ്മുടെ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് അക്സസറീസാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും നമ്മൾ ഏറ്റവും ആവശ്യമുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തരുന്നതും ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ കുറച്ച് പ്രൊഡക്ട്സുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചാനലിൽ പോയി നമ്മൾ ആമസോണിൽ തുടങ്ങി നമ്മൾ ചെക്ക് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പരിചയപ്പെടാൻ പോകുന്നപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ആപ്പിളിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആപ്പിളിലല്ല നമുക്ക് സാംസങ്ങിലായാലും നമുക്കിപ്പോൾ ചാർജർ കിട്ടുന്നില്ല. അപ്പോൾ ആപ്പിളിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ വേറെ സെപ്പറേറ്റ് ചാർജർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി പോലും തരില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് വാങ്ങിക്കേണ്ട സാധനം നമ്മുടെ ആപ്പിളിൻ്റെ USB-C ചാർജറാണ്. 20 വാട്ടിൻ്റെ ചാർജറാണ്. അപ്പോൾ ഇതാണ് ആ സംഭവം കേട്ടോ. 20 വാട്ടിൻ്റെ ചാർജറിൻ്റെ ബോക്സാണ് കാണുന്നത്. ഇത് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 1600 രൂപയ്ക്ക് കിട്ടും. നമ്മളിത് ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 1900 രൂപയാണ്. അപ്പോൾ 300 രൂപ നമുക്ക് അവിടെ തന്നെ ലാഭിക്കാൻ പറ്റും. ഇത് ഒറിജിനൽ നമ്മുടെ ആമസോണിലായത് തന്നെ അപ്പേരോ റീറ്റെയിലാണ് സെല്ലർ നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ അതാകുമ്പോൾ ഒറിജിനൽ തന്നെ കിട്ടുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യൻ അല്ലേ? മാനുഫാക്ചർഡ് ബൈ USA ആണ്. കൺട്രി ഓഫ് ഒറിജിൻ ചൈന തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ഒറിജിനലാണെന്നുള്ളതിൻ്റെ പ്രത്യേകത നമുക്ക് കണ്ടറിയാൻ പറ്റും. ബോക്സ് കണ്ടാലും അതുപോലെ തന്നെ ഉള്ളിൽ കണ്ടാലൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ടൈപ്പ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ 20 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. അപ്പോൾ 20 വാട്ട് എന്ന് പറഞ്ഞാൽ വലിയ ഫാസ്റ്റ് ചാർജറൊന്നും അല്ല, എന്നാലും പക്ഷേ അത്യാവശ്യം ചാർജബിൾ ആണ്. അല്ല, അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണെന്ന് പറയാം. നമുക്ക് കുറച്ച് കാലം മുമ്പ് നമ്മൾ 18 വാട്ടിൻ്റെയൊക്കെ ക്വാൾകോം Q3 ചാർജർ ബോർഡ് പോലെ തന്നെ അത്യാവശ്യം ചാർജ് കുഴപ്പമില്ലാത്ത ഫാസ്റ്റ് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ എൻ്റെ iPhone 13 ആണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഭയങ്കര ഫാസ്റ്റ് ഞാൻ പറയില്ല, എന്ന് വെച്ചാൽ OnePlus ഉണ്ടെങ്കിൽ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത അക്സസറീസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് 𝗬𝗂𝗏 ഒരു ടെമ്പർ ഗ്ലാസ് ആണ്. ഇത് ആക്ച്വലി പ്രൈവസി ടെമ്പർ ഗ്ലാസ് ആണ്. പ്രൈവസി ടെമ്പർ ഗ്ലാസ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, നേരെ നോക്കിയാൽ മാത്രമേ അതിൽ കാണാൻ പറ്റുള്ളൂ. ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും. പിന്നെ അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ചെറുതായിട്ട് നമ്മുടെ ബ്രൈറ്റ്നെസ്സിനെ ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ബ്രാൻഡിൻ്റെ ഇവിടെ കൊടുക്കാം. എന്ന് വെച്ചാൽ 𝗬𝗂𝗏 ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഒരു നല്ല ഓൾട്ടർനേറ്റീവ് ബ്രാൻഡേ കൊടുക്കാം. പക്ഷേ പ്രൈവസി ടെമ്പർ ഗ്ലാസ് പറഞ്ഞ സംഭവം അത്യാവശ്യം നല്ല സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒട്ടിച്ചിരിക്കുന്നതും ഈ പ്രൈവസി ടെമ്പർ ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അടുത്ത് നമ്മളിങ്ങനെ ഇപ്പോൾ പെർത്ത് എക്സാമ്പിൾ നമ്മൾ പുറത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ ആളുണ്ട്. അപ്പോൾ അടുത്ത് വേറെ ആളിരിക്കുന്നത് നമുക്ക് ആൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബ്ലർ ആയിട്ടാണ് കാണുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രൈവസി ടെമ്പർ ഗ്ലാസിൻ്റെ വ്യത്യാസം വരുന്നത്. ഒരു 500 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ആ റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാം. ആമസോൺ ലിങ്ക് ആയിരിക്കും കൊടുക്കുക. അടുത്ത് നമ്മൾ പരിചയപ്പെടാവുന്ന വേറൊരു കേസാണ്. ഒരു സിലിക്കോൺ കേസാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു മോഡൽ കേസാണ് കേട്ടോ. അത് നമുക്ക് നമ്മുടെ ആപ്പിൾ ലോഗോ എല്ലാവരും ആപ്പിൾ ലോഗോ കാണിച്ചിട്ടുള്ള കേസുകളാണല്ലോ ഇടുക. നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടൗട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ കളർ അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ മോഡൽ ഏത് ഐഫോണിൻ്റെ കളർ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് എല്ലാ കളറിലും ഇത് അവൈലബിൾ ആണ്. ഇത് ഗ്രീനാണ്. എന്താ വെച്ചാൽ എൻ്റെ ഫോൺ ഗ്രീനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഞാനിപ്പോൾ ഓൾറെഡി വേറൊരു ഒരു കേസ് ഇട്ടുണ്ട്. ഞാൻ വഴിയെ നമുക്ക് പരിചയപ്പെടാം. ആക്ച്വലി ഒരു ഐഫോണിൻ്റെ ഒഫീഷ്യൽ അക്സസറി തന്നെയാണ് അത്. നമുക്ക് ആമസോണിൽ നമുക്ക് വാങ്ങിയാൽ കിട്ടും. നമുക്ക് അത്യാവശ്യം നമ്മുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിയായിട്ടും ലാഭിച്ച് കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഇത് 𝗏𝗡𝗍 എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് അത്യാവശ്യം ഉള്ളിൽ നമുക്കിതിൽ എന്താ പറയുക, നമുക്ക് ക്ലോത്ത് ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് ഉള്ളിൽ, നമുക്ക് കോറാണ്ടിരിക്കാനൊക്കെ. ഇതിനൊരു എനിക്ക് തോന്നുന്ന ഒരു 300 ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. സിലിക്കോണാണ്. കുഴപ്പമില്ലാത്ത ഫിനിഷിങ് കാര്യങ്ങളൊക്കെ അല്ല, അത്യാവശ്യം നല്ല ഫിനിഷിങ് തന്നെയാണ്. പിന്നെ പ്രൊട്ടക്ഷൻ നോക്കുമ്പോൾ നമുക്കിത് ടെസ്റ്റഡും കാര്യങ്ങളൊന്നും അല്ല, അതുപോലെ തന്നെ വലിയ ബ്രാൻഡൊന്നും അല്ല. അത്യാവശ്യം ഒരു ആവറേജ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയാം. നമുക്ക് നോർമൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ നല്ലത് തന്നെയാണ് കേട്ടോ. പ്രൊട്ടക്ഷൻ കാര്യം നമുക്ക് അടുത്ത് നമ്മൾ പറയാം. അപ്പോൾ അടുത്തതാണ് നമ്മുടെ ഗ്രിപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു എന്താ പറയുക കേസാണ്. ഇത് ആക്ച്വലി ഐഫോണിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ ഇമാജിൻ ഷോറൂം എന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഐഫോണിൻ്റെ ഒഫീഷ്യൽ അക്സസറിയാണ്. നമ്മളിത് ഒഫീഷ്യലായിട്ട് വാങ്ങിക്കുമ്പോൾ ഇതിന് 1900 രൂപയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ആമസോണിൽ നമുക്ക് 1300 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടാണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഗ്രീൻ കളറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി വേറെ കളറും ഉണ്ടെങ്കിൽ ഇത് ബ്ലാക്കാണ്. അപ്പോൾ നമ്മുടെ ക്ലിയർ എന്താ പറയുക, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് ഇത്. നമുക്ക് ആക്ച്വലി സ്ലിം ഡ്രോപ്പ് ടെസ്റ്റഡൊക്കെയാണ്. നമുക്ക് എത്രയോ മീറ്റർ വരെ നമുക്ക് 4 മീറ്റർ സംതിങ് പ്രൊട്ടക്റ്റഡാണ്. അതിൽ നമുക്ക് ഇമ്പാക്റ്റ് അബ്സോർബൻറ്റ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സൈഡിൽ. അതുപോലെ തന്നെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ബാക്കിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ അത് യെല്ലോയിഷ് ആവില്ല.
പിന്നെ റേസ്ഡ് എഡ്ജാണ് വരുന്നത് സ്ക്രീൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പിന്നെ ക്യാമറ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് റേസ്ഡ് എന്താ പറയുക അവിടെയും റേസ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. എൻ്റെ ഇട്ടേക്കുന്നതും ഈ സമ്മർ സാധനം തന്നെയാണ് ഇത്. പക്ഷേ ഇത് ബ്ലാക്ക് കളറാണ് കേട്ടോ. നമ്മൾ ഇട്ടേക്കുന്നത് ഗ്രീൻ ആണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ഗ്രീൻ ആയതുകൊണ്ട് കണ്ടോ, ഇതാണ് ആ കേസ് വരുന്നത്. അപ്പോൾ നല്ല പ്രൊട്ടക്ഷനാണ്. നമുക്ക് സൈസും കാര്യങ്ങളൊന്നും കൂടുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ ഫേസ് കണ്ട് നോക്കില്ല. അപ്പോൾ ഞാൻ കണ്ടു ഇങ്ങനെയാണ് ബാക്ക് ലുക്ക് വരിക. ഫ്രണ്ട് ലുക്ക് നോർമൽ നമ്മുടെ ഇത്ര റേസ് ചെയ്തിട്ടാണ്. അതുപോലെ ക്യാമറ ആയാലും ക്യാമറയുടെ പമ്പ് ഉണ്ട് റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല പ്രൊട്ടക്ഷൻ അത്യാവശ്യം. പിന്നെ നമ്മുടെ എന്താ പറയുക മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനൊക്കെ ടെസ്റ്റഡ് ആണ്. അപ്പോൾ സേഫായിട്ട് വാങ്ങിക്കാം. പിന്നെ ഒഫീഷ്യലി ആപ്പിൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലതാണ്. 4 കോർണേഴ്സിലും നമുക്ക് അതുപോലെ തന്നെ ഇതിൽ ഇത് ഡിഫൻഡർ സീരീസ് ആണ്. ഗ്രിപ്പ് എന്ന് വെച്ചാൽ കുറേ അവർക്ക് കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റൈൽസ് നോക്കിയെടുക്കാം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണെന്ന് വെച്ചാൽ ഓവറോൾ പ്രൊട്ടക്ഷനും തരുന്നുണ്ട്, ലുക്കും തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇവർക്ക് 𝑊𝑊𝑊.GoGrip.com എന്നൊക്കെ ഒരു സൈറ്റും വെബ്സൈറ്റും കാണാനൊക്കെ ഇത് USA ബ്രാൻഡാണ് കേട്ടോ. കൊള്ളാം, നല്ല സാധനം തന്നെയാണ്. പിന്നെ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഒരു 𝗓𝗏𝗄 എന്നൊരു Type-C ഫീമെയിൽ ടു USB-A ഒരു OTG ആണ്. ഇത് നമുക്ക് കമ്പ്യൂട്ടറിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ അത്യാവശ്യം വേണ്ട ഒരു സംഭവമായിരിക്കും. 150 രൂപ സംതിങ് ഉള്ളൂ. ഇങ്ങനെയൊരു സംഭവമാണ് കണ്ടോ. ഇത്രേ ഉള്ളൂ ഗ്യാരൻ്റെ. നമുക്ക് ഇവിടെ നമുക്ക് ഒരു Type-A വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു Type-C പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കേബിൾ കിട്ടണമെന്നൊക്കെ Type-C ആണ്, ലൈറ്റിംഗ് പോർട്ട് ടു Type-C ആണ്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ച് വെച്ചാൽ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു 2-3 പ്രോഡക്റ്റ്സ് നമ്മൾ ഓൾറെഡി മുമ്പ് പരിചയപ്പെട്ടതായിരുന്നു. ഇത് നമ്മുടെ സാൻഡിസ്കിൻ്റെ ഒരു ലൈറ്റ്നിങ് പോർട്ട് ടു USB-A ഒരു ഫ്ലാഷ് ഡ്രൈവാണ്. നമുക്ക് ഫോണിൽ കുത്തിയിട്ട് നമുക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് പേരെന്തായിരുന്നു, iFlash ഡ്രൈവ്. നമ്മൾ ഇന്നലത്തെ വീഡിയോ നമ്മൾ നോക്കിയാൽ മതിയിട്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫുൾ ഡെഡിക്കേറ്റഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി ഫോണിൽ കുത്തിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാമറ മെമ്മറി ഇതിലേക്ക് ആക്കാൻ പറ്റും. അതായത് നമുക്ക് ക്യാമറ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കുറവാണെങ്കിൽ നമുക്കിത് 256 GB വരെ നമുക്കിത് അവൈലബിൾ ആണ് വാങ്ങിക്കാൻ. ഇത് കുത്തി വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് മെമ്മറി ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിൻഡോസ് യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ iOS to വിൻഡോസ് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് നേരെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കുത്തിയാൽ മതി. അപ്പോൾ ഹെൽപ്ഫുൾ സംഭവം തന്നെയാണ്. ഇത് എൻ്റെ ഉള്ളത് 64 GB ആണ്. ഇതിന് 2300 റേഞ്ചൊക്കെ പ്രൈസ് വരുന്നത്. ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്യുക ഒരു 128 GB എങ്കിലും മിനിമം ആണ് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഐഫോൺ യൂസർ ആണെങ്കിൽ വാങ്ങിക്കേണ്ട അക്സസറി. അതും ബഡ്ജറ്റ് റേഞ്ചിലാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.